ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബട്ടർ ചിക്കൻ ആണ്. ഇത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഗീ റൈസിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണ് നല്ല കട്ട തൈര്, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിത് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിനി ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് വേകാനും കൂടി വേണ്ടി ഒന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം. ഇത് വേകാനായിട്ട് കുറഞ്ഞത് ഒരു 15-20 മിനിറ്റോളം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി എടുത്ത് അടപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 18 പീസ് പറങ്ങാണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് വേവേണ്ട ആവശ്യമില്ല, ഒരു 3/4 ഭാഗത്തോളം വെന്താൽ മതിയാകും. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് വെന്തോന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അരച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഇത് കുറച്ച് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്ക, ഒരു ബേ ലീവ്സ്, ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലുള്ള മസാല എല്ലാം കൂടെ കഴുകി ഒന്ന് ഒഴിക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഈ കസൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്. ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിലേക്ക് ഒരു 2 സ്പൂണ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇപ്പം തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തിയും ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.